ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് പാർട്ടിക്കിൾ ഫിസിക്സ് എന്നുള്ള ഒരു സെക്ഷൻ നമുക്ക് നോക്കാം. എന്താണ് പാർട്ടിക്കിൾ ഫിസിക്സ്, എങ്ങനെയാണ് അതിൻ്റെ എമർജൻസ് എന്നെല്ലാം നോക്കാം. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രോം 2500 ഇയേഴ്സ് ബിഫോർ. സോ ഗ്രീക്സ് ഒരു ഐഡിയ ഓഫ് ആറ്റമിസം അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാം ഒരു ചെറിയ ചെറിയ ബേസിക് പാർട്ടിക്കിൾ കൊണ്ട് നിർമ്മിതമാണ് എന്നുള്ള ഒരു ഐഡിയ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഐഡിയയിൽ നിന്നാണ് ഈ ഒരു സെക്ഷൻ വെച്ച് തന്നെ വന്നത്. അപ്പോൾ ഓരോന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വളരെ ചെറിയ 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 കമ്പോണൻസ് ആയിട്ട് മാറ്റാം. ബട്ട് വെൻ യു ഡിവൈഡ് ഫർദർ ആൻഡ് ഫർദർ എവിടെ ചെന്നെത്തും, അല്ലെങ്കിൽ ദർ വിൽ ബി എൻ എൻഡ്. അപ്പോൾ അതേതാണ്, ആ ബേസ് പാർട്ടിക്കിൾസ് ഏതാണ്, അതാണ് നോക്കിയത്. സോ അതിന് പലതരത്തിലുണ്ട്. ക്രിസ്റ്റൽസിന് ഇങ്ങനെ തന്നെ ഫൈനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫൈനലി യു റീച്ച് an atom, and an atom you can further divide into nucleus and electrons. The nucleus can further be divided into protons and neutrons. അങ്ങനെ അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഇത് ഓരോന്നിൻ്റെയും കേസ് പിന്നെയും നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു ഇലക്ട്രോണിനെ കൂടുതൽ വിത്തിൻ ആൻ ഇലക്ട്രോൺ അതിനകത്ത് എന്തെങ്കിലും ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ the attempts were unsuccessful, കാരണം the electron is a fundamental particle. പക്ഷേ ന്യൂക്ലിയോൺസിൻ്റെ കേസിൽ, അതായത് പ്രോട്ടോൺ ന്യൂട്രോൺസിൻ്റെ കേസിൽ, ആൻഡ് വെൻ ദേ കൊളൈഡ് വിത്ത് ഹയർ എനർജി, ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് സം ന്യൂ പാർട്ടിക്കിൾസ് ആർ ഫോംഡ്. അതായത് ഈ ന്യൂട്രോൺസ് പ്രോട്ടോൺസ് എന്നുള്ളത് അങ്ങനെ വെറും ഒരു ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ അല്ല. ദേ ഹാവ് സം മൈക്രോ സ്ട്രക്ചർ ഓർ സം ബിൽഡിംഗ് ബ്ലോക്സ്. There are some structures within that. Okay. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാർട്ടിക്കിൾസ്? നൗ അങ്ങനെ ഏതൊക്കെയാണ് വരുന്നത്, അതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഈ പാർട്ടിക്കിൾ ഫിസിക്സ്. ഇറ്റ്സ് ലൈക്ക് എ വൈഡ് ഏരിയ. ഒരുപാട് റിയാക്ഷൻസ്, അങ്ങനെ ഒരുപാട് മെക്കാനിസം, ഒരുപാട് ഫിസിക്സ് എല്ലാം അതിനകത്തുണ്ട്. നമുക്കതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കുറച്ച് ഒരു ഫ്ലേവർ മാത്രം നമുക്കൊന്ന് നോക്കി നോക്കാം. സോ എന്താണ് പാർട്ടിക്കിൾ ഫിസിക്സ്? അപ്പോൾ പാർട്ടിക്കിൾസ്, ഏറ്റവും കൂടുതൽ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ആൻഡ് ദെയർ റിയാക്ഷൻസ്, ദെയർ പ്രോപ്പർട്ടീസ്, ദെയർ എനർജി ആൻഡ് വാട്ട് ആർ ദ ബിഹേവിയർ, അങ്ങനെയുള്ള സ്റ്റഡിയാണ് പാർട്ടിക്കിൾ ഫിസിക്സ്. ഓക്കെ. സോ നമുക്കിവിടെ പഠിക്കാനുള്ള പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷനാണ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് പാർട്ടിക്കിൾ എലമെൻ്ററി പാർട്ടിക്കിൾസ്, അതാണ് നമുക്ക് ആദ്യം ഇവിടെ നോക്കാനുള്ളത്. സോ ഇതിനകത്ത് ഒന്നുകൂടി പറയാനുണ്ട്. ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്, ദ ട്രൂലി ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആർ കോൾഡ് ക്വാർക്സ്. സോ നമുക്ക് പാർട്ടിക്കിൾ ഫിസിക്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം ഒന്ന് നോക്കി നോക്കാം. സോ ഇതിന് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് എല്ലാം നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അറ്റ് സേൺ, ജനീവ, സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. അപ്പോൾ ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്ത പാർട്ടിക്കിൾസിനെ ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് നമുക്കതിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവയുടെ മൂവ്മെൻറ്റ്, അതുപോലെ അവയുടെ പാത്ത്, അതെല്ലാം നോക്കിയിട്ടാണ്. സോ what you are seeing here is the path followed by some particles. അപ്പോൾ ഓരോ പാർട്ടിക്കിൾസിനും ഓരോ തരം പാത്തായിരിക്കും ഉണ്ടാവുക. സോ വിത്ത് ദാറ്റ് യു ക്യാൻ ഡിറ്റർമൈൻ വെദർ സം പാർട്ടിക്കിൾസ് ആർ ഫോംഡ് ഓർ നോട്ട്. സോ വാട്ട് യു സീ ഈസ് ദാറ്റ് ദർ ആർ ദ ന്യൂ പാർട്ടിക്കിൾസ്. സോ ദ പാർട്ടിക്കിൾസ് ആർ ഫോംഡ് ഹിയർ. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഓരോന്നിൻ്റെയും ഏതൊക്കെയാണ് ഫോം ചെയ്തത് എന്നുള്ളതെല്ലാം ഇവിടെ കാണുന്നു. സോ ഇവിടെ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലുള്ള പ്രധാന എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് എ സൂപ്പ് ഓഫ് ക്വാർക്സ് ആൻഡ് ഗ്ലൂവോൺസ്. അതായത് ഇതിൻ്റെ ഈ ബിഗ് ബാങ്ങിൻ്റെ ഫസ്റ്റ് മൈക്രോ സെക്കൻഡ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ആ റിയാക്ഷൻസിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ബിഗ് ബാങ്ങിനെ പറ്റിയിട്ട്. ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ഫാസ്റ്റായിട്ട്, വളരെ കുറഞ്ഞ ഒരു സമയം കൊണ്ടുണ്ടായ ഒരു എക്സ്പ്ലോഷനാണ്. സോ ആദ്യത്തെ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട എല്ലാം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിനെ പറ്റിയിട്ട് അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് അവിടെ നടക്കുന്നത്. അതിൽ നിന്ന്
ഉള്ള ഒരു പാർട്ടിക്കിൾ ട്രാക്സ് ആണ് നമുക്കിവിടെ ഈ ഒരു ഇമേജിൽ കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് 4 ബേസിക് ഫോഴ്സസിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിൽ അറിയപ്പെടുന്ന എല്ലാ ഫോഴ്സുകളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഗ്രൂപ്പ് ഇൻറ്റു ഓർ യു ക്യാൻ ക്ലാസിഫൈ ഇൻറ്റു 4 ബേസിക് ടൈപ്സ്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സം ഓഫ് ദം ആർ ഓൺ അതിൻ്റെ ക്യാരക്ടേഴ്സ്, അത് എങ്ങനെയാണ് ഏതൊക്കെ തരം പാർട്ടിക്കിൾസുമായിട്ടാണ് ഇൻ്ററാക്ട് ചെയ്യുക, അതെല്ലാം ബേസ് ചെയ്തിട്ടാണ്. സോ ദേ ആർ the gravitation and weak interaction, electromagnetism and strong interaction. ഈ 4 എണ്ണമാണ് നമുക്ക് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഫോഴ്സുകൾ. സോ ആദ്യത്തെ ഫോഴ്സ് നമുക്കൊന്ന് നോക്കാം, ദാറ്റ് ഈസ് ഗ്രാവിറ്റി. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒന്ന്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഡെയിലി ലൈഫ്. പക്ഷേ സ്കെയിൽ ഓഫ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് വെച്ച് നോക്കുമ്പോൾ ആൻഡ് ദാറ്റ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻ ദ സബ് ആറ്റമിക് റെൽം, അത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് നോ ഇമ്പോർട്ടൻ്റ് അറ്റ് ഓൾ. അതായത് അതിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ ഏകദേശം സ്ട്രോങ് ഫോഴ്സിൻ്റെ ഈ 4 ഇൻട്രാക്ഷൻസിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് സ്ട്രോങ് ഇൻട്രാക്ഷൻ. ആ സ്ട്രോങ് ഫോഴ്സിൻ്റെ 10⁻⁻38 മാത്രമാണ് അതിൻ്റെ പവർ. അതായത് ഇഫ് യു മെഷർ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 പ്രോട്ടോൺസ്, അതായത് 2 പ്രോട്ടോൺസിനെ തമ്മിൽ ടച്ച് ചെയ്തിട്ട് അത് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി 10⁻38 ഓഫ് ദ സ്ട്രോങ് ഫോഴ്സ് ബിറ്റ്വീൻ ദം. പക്ഷേ ഇതിനകത്ത് ഒരുപാട് വ്യത്യാസമുണ്ട്. ഗ്രാവിറ്റേഷൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റ് റേഞ്ച് ആണ്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ഒരു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രാവിറ്റേഷൻ ആൻഡ് ദ അതർ ഇൻട്രാക്ഷൻ ഈസ് ദാറ്റ് ഓൺ പ്രാക്ടിക്കൽ സ്കെയിൽ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കത് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒബ്സർവബിൾ എഫക്റ്റ് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഓൺ ദ പ്രാക്ടിക്കൽ സ്കെയിൽ ഗ്രാവിറ്റി ഈസ് ക്യുമുലേറ്റീവ് ആൻഡ് ഇൻഫിനിറ്റ് ഇൻ റേഞ്ച്. അതായത് ടൈനി ഗ്രാവിറ്റേഷണൽ ഇൻറ്ററാക്ഷൻസ് ഉണ്ടല്ലോ, അതായത് ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ ആറ്റം ഓൺ എർത്ത് on one atom, അതൊക്കെ എന്ന് പറഞ്ഞാൽ it might combine to produce observable effects. പക്ഷേ മറ്റു ഫോഴ്സുകൾ which may be stronger than the gravity, പക്ഷേ that does not affect the objects on the large scale. കാരണം എന്താണെന്ന് വെച്ചാൽ പല ഫോഴ്സുകളും വളരെ ഷോർട്ട് റേഞ്ചാണ്. അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സുകളിൽ ഒന്നാണ് സ്ട്രോങ് ഫോഴ്സും വീക്ക് ഫോഴ്സും. അത് നമ്മൾ വീക്ക് എന്ന് പറയുമ്പോൾ വീക്ക് compared to strong force എന്ന് മാത്രമാണ്. they are not really weak. Okay, so the weak ഫോഴ്സും സ്ട്രോങ് ഫോഴ്സും അതിൽ അവയ്ക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് റേഞ്ച് മാത്രമാണ്. അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിസത്തിൻ്റെ കേസാണെന്ന് പറഞ്ഞാൽ it can be നെഗേറ്റഡ് ബൈ ഷീൽഡിങ്. അതായത് ഷീൽഡിങ് എന്നുള്ള എഫക്റ്റ് വെച്ചിട്ട് അതിൻ്റെ എഫക്റ്റ് നെഗേറ്റ് ചെയ്ത് കളയാൻ പറ്റും. സോ ഈ പറയുന്ന പോലെയല്ല ഇങ്ങനത്തെയുള്ള ഫോഴ്സുകൾക്ക് ഇങ്ങനെ ഓരോ ചെറിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചെറിയ എഫക്റ്റുകളെല്ലാം ഉണ്ട്. ഗ്രാവിറ്റേഷൻ്റെ കേസിൽ ഇല്ലാത്ത എഫക്റ്റ്, അതായത് ഗ്രാവിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഒബ്സർവബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അടുത്തതായിട്ട് വീക്ക് ഇൻറ്ററാക്ഷനെ പറ്റിയിട്ട് നോക്കാം. പ്രധാനമായിട്ടും ന്യൂക്ലിയർ ബീറ്റ ഡിക്കെ അതുപോലെയുള്ള ചിലതരം ഡിക്കെ പ്രോസസ്സുകളിലാണ് ഈ വീക്ക് ഇൻട്രാക്ഷൻ അത് വരുന്നത്. പക്ഷേ മറ്റ് ബൈൻഡിങ് ഓഫ് ദ ന്യൂക്ലിയയിൽ ഇത് പ്രധാനപ്പെട്ട റോളൊന്നും വയ്ക്കുന്നില്ല. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ദ റേഞ്ച് ഓഫ് ദ വീക്ക് ഫോഴ്സ് ഈസ് 0.001 ഫെർമിറ്റോമീറ്റർ ആണ്. ആൻഡ് ദ സ്ട്രെങ്ത് ഈസ് 10⁻⁻7 ഓഫ് ദ സ്ട്രോങ് ഫോഴ്സ് ബിറ്റ്വീൻ ദം. അത്രയാണ് അതിൻ്റെ സ്ഥിതി വരുന്നത്. പ്രധാനമായിട്ടും ഇത് ഈ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൻ്റെ ബിഹേവിയർ, അതുപോലെ എവല്യൂഷൻ ഓഫ് ദ ന്യൂ യൂണിവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഈ വീക്ക് ഇൻട്രാക്ഷൻ കൂടുതലായിട്ടും വരുന്നത്. മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ടത് ബീറ്റ ഡിക്കെയുടെ കേസിലാണ്. കാരണം ബീറ്റ ഡിക്കെ
അത് വരുമ്പോൾ എങ്ങനെയാണ് അതിനകത്തുള്ള പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ് ഇൻട്രാക്ഷൻസ് അതിൽ പ്ലേ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നോക്കുമ്പോഴാണ് നമ്മളുടെ ഈ വീക്ക് ഇൻട്രാക്ഷനെ കാണുന്നത്. അടുത്തതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷനെ പറ്റിയിട്ട് കുറച്ചും എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടുതലൊക്കെ പലതും നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്ററാക്ഷൻ എന്നുള്ളത് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് റോൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കുറച്ചും കൂടി ഫണ്ടമെൻ്റൽ ലെവലിലേക്ക് പോകേണ്ടി വരും. അതായത് അത് നമുക്കറിയാം, സ്ട്രക്ചർ ആൻഡ് ഇൻട്രാക്ഷൻ ഓഫ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിസം. അതായത് ചിലപ്പോൾ ചില പാർട്ടിക്കിൾസ് ഡീക്കേ ചെയ്യും അല്ലെങ്കിൽ ഇൻറ്ററാക്റ്റിങ് ചെയ്യുന്നത് ഈ ഒരു മെക്കാനിസത്തിൽ കൂടെയാണ്. ഇതിന് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ ഓഫ് ഇൻഫിനിറ്റ് റേഞ്ച്. പക്ഷേ മിക്കവാറും ഈ ഷീൽഡിങ് എഫക്റ്റ് എന്ന് പറയുന്ന സംഭവം കാരണം അതിൻ്റെ എഫക്റ്റ് ഓർഡിനറി ഒബ്ജക്ട്സിലേക്ക് അത് ഡിമിനിഷ് ചെയ്യും. മിക്കവാറും കാണുന്ന പലതരം മാക്രോസ്കോപ്പിക് ഫോഴ്സസ്, സംതിങ് ലൈക്ക് ഫ്രിക്ഷൻ, എയർ റെസിസ്റ്റൻസ്, ഡ്രാഗ്, ടെൻഷൻ, ഇങ്ങനെയുള്ള ഈ മാക്രോസ്കോപ്പിക് ഫോഴ്സുകളെല്ലാം ലൈക്ക് ഇഫ് യു ഗോ ടു ദ എലമെൻ്ററി ലെവൽ, ആറ്റമിക് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ദേ ആർ അൾട്ടിമേറ്റ്ലി ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാവുന്ന പലതരം ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സസ്, അതായത് ഇപ്പോൾ രണ്ട് കാരണം തമ്മിലുള്ള ലെനാർഡ് ജോൺസ് പൊട്ടൻഷ്യൽ, അങ്ങനെയുള്ള പലതരം പൊട്ടൻഷ്യൽസ്. സോ ദേ ആർ അൾട്ടിമേറ്റ്ലി ലൈക്ക് ഓൾ ദീസ് അൾട്ടിമേറ്റ്ലി ഗോസ് ടു ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. സോ ഈ പലതരം ഇങ്ങനത്തെയുള്ള പ്രശ്നമെല്ലാം വരുന്നത് ഇങ്ങനെ ഓരോ തരം പൊട്ടൻഷ്യൽസ് എല്ലാം വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിലേക്ക് വരുന്നതാണ്. നൗ ദീസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് ക്യാൻ ആക്ട് ക്യുമുലേറ്റീവ്ലി ബിക്കോസ് within the when there is no shielding. So consider the nucleus. ഒരു ന്യൂക്ലിയസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ദീസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആക്ട്സ് ക്യുമുലേറ്റീവ്ലി. നൗ ഇത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. ആൻഡ് സ്റ്റിൽ ഇറ്റ് ഈസ് ദ പവർ ദിസ് ഈസ് ലെസ് ദാൻ ദ സ്ട്രോങ് ഇൻട്രാക്ഷൻ. അതായത് രണ്ട് പ്രോട്ടോൺസ് തമ്മിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് 10⁻⁻² ഓഫ് ദ സ്ട്രോങ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഈ ഷീൽഡിംഗ് ഒന്നും ഇല്ലെങ്കിലാണ് പറഞ്ഞത്. നൗ ഈ ഇങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ട് ദാറ്റ് ഈസ് 1:100 എന്നുള്ള റേഷ്യോയിൽ, അതായത് ഇതിൻ്റെ 100 സ്ട്രോങ് ഫോഴ്സിൻ്റെ 100 ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് compete with strong force determining the stability and structure of the nuclei. അതായത് വളരെ വലിയ ന്യൂക്ലിയസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റെബിലിറ്റി എഫക്റ്റ് വരുന്നത് പലപ്പോഴും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് കാരണമാണ്. സോ ദാറ്റ്സ് വൈ സം ഓഫ് ദ ബിഗർ ന്യൂക്ലിയസ്, അത് മാത്രമല്ല കാരണം, ബട്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് റീസൺ many of the bigger nuclei are not stable and they are unstable. അപ്പോൾ ബൈൻഡിങ് എനർജി കർവ് എല്ലാം അതുപോലെ ന്യൂക്ലിയർ ഫിസിക്സ് എല്ലാം പഠിച്ചപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നമ്മൾ കണ്ടതാണ്. സോ ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്ററാക്ഷൻ. അടുത്തതാണ് സ്ട്രോങ് ഫോഴ്സ്. സോ എന്താണ് ഈ സ്ട്രോങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് ദ ഫോഴ്സ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബൈൻഡിങ് ഓഫ് ദ ന്യൂക്ലിയൈ. സോ ഒരു ന്യൂക്ലിയസ് നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ഒരു ന്യൂക്ലിയസിനകത്ത് പ്രധാനമായിട്ടും പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ് ഉള്ളത്. നൗ ഓൾ ദ പ്രോട്ടോൺസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്. സോ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസിനെ എല്ലാം ബൈൻഡ് ചെയ്തിട്ട് അലോങ് വിത്ത് ന്യൂട്രോൺസ്, സോ ഇത് ചാർജ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ദർ ഈസ് സം റിയാക്ഷൻ ഓർ ദർ ഈസ് സം ഫോഴ്സ്. ആ ഫോഴ്സ് ഉണ്ട് വിച്ച് ഈസ് മോർ പവർഫുൾ ദാൻ ദ ഇലക്ട്രോമാഗ്നറ്റിക്. അതായത് ഇതിൻ്റെ ചാർജ് റിപ്പൽഷനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഈ പറയുന്ന പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും എല്ലാം ഒരേപോലെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ദ സ്ട്രോങ് ഇൻറ്ററാക്ഷൻ.
So that is responsible for the binding of the nuclei. Now this is the most dominant one in reactions and decays. മാത്രം ഓഫ് ദ അപ്പോൾ മാത്രമല്ല ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൻ്റെ കേസിലാണ് ഇത് പലപ്പോഴും വരുന്നത്. പക്ഷേ അത് എല്ലാ പാർട്ടിക്കിൾസും വരുന്നില്ല. അതായത് ഇലക്ട്രോൺ ഈ സ്ട്രോങ് ഇൻട്രാക്ഷൻ ഫോഴ്സ് ഫീൽ ചെയ്യുന്നേ ഇല്ല. ഈ സ്ട്രോങ് ഇൻട്രാക്ഷൻ ഫോഴ്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a short range interaction, that is the order of 1 femtometer. 1 FM ആണ് ഈ സ്ട്രോങ് ഫോഴ്സിൻ്റെ റേഞ്ച്. നമ്മൾ ഈ സ്ട്രോങ് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഫോഴ്സുകളുടെ റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ the relative strength of a force determines the time scale over which it acts. അതായത് if you bring two particles close enough together for any of these forces, അപ്പോൾ ഈ ഓരോന്നും നോക്കി നോക്കാം. വീക്ക് ഫോഴ്സിന് കുറച്ച് ലോങ്ങർ ടൈം വേണ്ടി വരും. അതായത് ഒരു റിയാക്ഷനോ ഒരു ഡീക്കേയോ കോസ് ചെയ്യാൻ വീക്ക് ഫോഴ്സിന് കൂടുതൽ സമയം വേണ്ടി വരും. മറിച്ച് സ്ട്രോങ് ഫോഴ്സിന് കുറഞ്ഞ സമയം വേണ്ടി വരുള്ളൂ. ദാറ്റ് ഈസ് ദ മീൻ ലൈഫ് ടൈം ഓഫ് എ ഡീക്കേ ഈസ് ഓഫൺ എ സിഗ്നൽ ഓഫ് ദ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ റെസ്പോൺസിബിൾ ഫോർ ദ പ്രോസസ്. അതായത് സ്ട്രോങ് ഫോഴ്സസിലെ അതെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്, നല്ല വലുതാണ്. സോ ദാറ്റ് മീൻസ് വെൻ ദ സ്ട്രോങ് ഫോഴ്സസ് ആർ ആക്ടിങ്, ഇതിൻ്റെ ഡീക്കേ ടൈം സ്കെയിൽ എന്നുള്ളത് വളരെ ഷോർട്ടസ്റ്റ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഓഫൺ ഗോസ് ടു 10⁻⁻23 സെക്കൻഡ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ സ്ട്രോങ് ഫോഴ്സ്. Now let us just have a quick look at the 4 interactions. അപ്പോൾ ഈ 4 ഫോഴ്സസ് 4 ഇൻട്രാക്ഷൻസും നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ദ സ്ട്രോങ് ഫോഴ്സ് അതിൻ്റെ റേഞ്ച് 1 femtometer ആണ്. ആൻഡ് ഇഫ് യു കൺസിഡർ ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ദ ഇൻട്രാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു സ്ട്രോങ്, ഇറ്റ് ഈസ് 1. ക്യാരക്ടറിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, ദാറ്റ് ഈസ് 10⁻22 സെക്കൻഡ്സ്. ഇതിൻ്റെ ടിപ്പിക്കൽ പാർട്ടിക്കിൾസ്, അതായത് സ്ട്രോങ് ഫോഴ്സ് ഇൻട്രാക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസ് പൈ മെസോൺസ് ഉണ്ട്, കേപ്പ് ടൈപ്പ് ഉണ്ട്, ദെൻ ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കേസ് ആണെങ്കിൽ ഇറ്റ്സ് റേഞ്ച് ഈസ് ഇൻഫിനിറ്റി, ഇറ്റ്സ് റിലേറ്റീവ് സ്ട്രെങ്ത് ഈസ് 10⁻². ദാറ്റ് ഈസ് it is 10⁻² times stronger than the strong force. ക്യാരക്ടറിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ 10⁻14 to 10⁻20 ആണ്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഉപയോഗിക്കുന്ന പാർട്ടിക്കിൾസാണ് ഇലക്ട്രോൺ, മ്യൂവോൺ, പയോൺ, അതുപോലെ ന്യൂട്രോൺ. ഈവൻ ലൈക്ക് ദേ ആൾസോ ഒബേ. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പലപ്പോഴും കുറച്ചും കൂടി നെക്സ്റ്റ് ഡീറ്റെയിലേക്ക് പോകുമ്പോൾ കാണാം. ആൻഡ് പ്രോട്ടോൺ. അടുത്തത് വീക്ക് ഫോഴ്സ്. വീക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ച് വളരെ കുറവാണ്, ദാറ്റ് ഈസ് 10⁻³ femtometer. ഇറ്റ്സ് റിലേറ്റീവ് സ്ട്രെങ്ത് ഈസ് 10⁻⁷. ക്യാരക്ടറിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലോങ്ങർ ആണ്, ദാറ്റ് ഈസ് 10⁻8 to 10⁻13 സെക്കൻഡ്. മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ വിൽ എഫക്ട് വിത്ത് ദ വീക്ക് ഇൻട്രാക്ഷൻ. ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. It's the weakest force and its strength is 10⁻38. Characteristic time എന്ന് പറഞ്ഞാൽ it can take even years. നമ്മുടെ യൂണിവേഴ്സിൻ്റെ കേസ് തന്നെ നോക്കിയാൽ മതി. നമ്മുടെ യൂണിവേഴ്സിനകത്ത് അത് ഫോം ചെയ്യാനും പല കേസുകൾ അത് ഫോം ചെയ്യാനും എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഇയേഴ്സ് ആണ്. മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് വിൽ ബി എഫക്റ്റഡ് ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ പലപ്പോഴും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, among the 4 interactions, which one of the interaction is the weakest? Weakest interaction എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് വീക്ക് ഇൻട്രാക്ഷൻ എന്ന് എഴുതി പോകരുത്. ആൻസർ ഈസ് ഗ്രാവിറ്റേഷൻ. ഏറ്റവും വീക്കായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ ആണ്. ഓക്കെ, കാരണം അതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കിയാൽ മതി, 10⁻30. വീക്ക് ഇൻട്രാക്ഷനേക്കാളേറെ വളരെ കുറവാണ് ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ. അല്ലെങ്കിൽ ഗ്രാവിറ്റേഷനേക്കാളും വളരെ ഹൈ ആണ് ഈ എന്താണ് വീക്ക് ഇൻട്രാക്ഷൻ. അപ്പോൾ സ്ട്രോങ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എത്ര പവർഫുൾ ആണോ അതിൻ്റെ 100 മടങ്ങ് പവർഫുള്ളാണ് സ്ട്രോങ് ഇൻട്രാക്ഷൻ. നൗ
ഈ പറയുന്ന ഇൻട്രാക്ഷൻസ് എല്ലാം നടക്കാൻ ചില പാർട്ടിക്കിൾസ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ എങ്ങനെയാണ് ഇൻറ്ററാക്ഷൻസ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡൺ ത്രൂ സം റിയാക്ഷൻസ് ആൻഡ് സം പാർട്ടിക്കിൾ എക്സ്ചേഞ്ച്. സോ ദാറ്റ് ഈസ് ദ ഫീൽഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ സ്ട്രോങ് ഫോഴ്സിന് വേണ്ട ഫീൽഡ് പാർട്ടിക്കിൾസ് ആണ് ഗ്ലൂവോൺസ്. അതിന് ചാർജ് 0 ആണ്. ഇറ്റ്സ് ഹാവിങ് ഇൻറ്റഗ്രൽ സ്പിൻ H ക്രോസ്. റെസ്റ്റ് എനർജി 0 ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ്റെ കേസ് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് ഫോട്ടോൺ. സോ ഫോട്ടോൺസ് ആണ് ആൻഡ് നോർമലി വി റെപ്രസെൻറ്റ് ഇറ്റ് യൂസിങ് ഗാമ. അത് പാർട്ടിക്കിൾ ഫിസിക്സിലെ ഒരു ചെറിയൊരു ടേമാണ്. ഫോട്ടോണിൻ്റെ ചാർജ് 0 ആണ്. ഇറ്റ് ഈസ് ഹാവിങ് എൻ ഇൻറ്റഗ്രൽ സ്പിൻ ആൻഡ് റെസ്റ്റ് എനർജി 0. റെസ്റ്റ് എനർജി 0 എന്ന് പറഞ്ഞാൽ അതവിടെ റെസ്റ്റിലായിട്ടിരിക്കുമ്പോഴുള്ള കേസാണ് പറയുന്നത്. ദെൻ വീക്ക് ബോസോൺ, വീക്ക് പാർട്ടിക്കിൾസ്. ഫീൽഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് വീക്ക് ബോസോൺ ആണ്. W+, W- ആൻഡ് Z0. ചാർജ് ക്യാൻ ബി +or-1 അല്ലെങ്കിൽ 0. W+ന് +1, W-ന് -1, Z0ക്ക് 0. It has an integral spin and they have some rest energy 80.4 gigaelectron voltum and Z0 have an rest energy of 91.2 gigaelectron volt. Gravitational interaction the കേസിൽ the field particle is graviton. പക്ഷേ ഈ ഗ്രാവിറ്റോൺസ് ഇതുവരെ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടില്ല. There are some reports about graviton, but I'm not sure whether they have been exactly invented or not. And the charge is 0, spin is 2H cross. So those are the 4 interactions and their field particles. നേരത്തെ ടേബിളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. സ്ട്രോങ് ഫോഴ്സ് ബിറ്റ്വീൻ ക്വാർക്സ്. സോ നേരത്തെ പറയാത്തൊരു ടേമാണ് ക്വാർക്ക്. ക്വാർക്ക് എന്ന് പറഞ്ഞാൽ ഇവൻ ഇലക്ട്രോൺ അല്ല, നമ്മുടെ പ്രോട്ടോൺ അതുപോലെ ന്യൂട്രോൺ എന്നിവയുടെ എല്ലാം സബ് കമ്പോണൻസ് ആണ് ക്വാർക്സ്. സോ ദ ക്വാർക്ക് മോഡൽ എന്ന് പറയുന്നുണ്ട്. അതായത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കാൾഡ് ക്വാർക്സ്. അപ്പോൾ ഈ ക്വാർക്സ് തമ്മിൽ എങ്ങനെയാണ് ക്വാർക്സ് തമ്മിൽ ഇൻട്രാക്ഷൻ വരുന്നത് എന്നുള്ളതാണ് ഈ സ്ട്രോങ് ഫോഴ്സ് വെച്ചിട്ട് പറയുന്നത്. ആൻഡ് ദോസ് ആർ ദ പാർട്ടിക്കിൾസ്, ദേ ആർ കോൾഡ് ഗ്ലൂവോൺസ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കേസ് എല്ലാവർക്കും അറിയാം. ദേ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ ഓഫ് ഫോട്ടോൺസ്. അപ്പോൾ വീക്ക് ഫോഴ്സ് അടുത്തതാണ് വീക്ക് ഫോഴ്സ്. അപ്പോൾ ഈ വീക്ക് ഫോഴ്സിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ, സോ ദ വീക്ക് ഫോഴ്സ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ വീക്ക് ബോസോൺസ് W+or-. Now, ഈ weak bosons are responsible for the processes such as nuclear beta decay. Example ആയിട്ട് നോക്കുക, just consider the beta decay of a neutron. അപ്പോൾ നമുക്കറിയാം ഒരു ന്യൂക്ലിയസിനകത്തുനിന്ന് ഒരു ബീറ്റ ഡിക്കേ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, in that case the reaction what is happening is a neutron gets converted into P+ and W-. Now this W- will split into an electron and an antineutrino. Okay, so that's the way. അങ്ങനെ ആവുന്നത് കൊണ്ടാണ് ഈ ഒരു ബീറ്റ ഡിക്കേ നടക്കുന്നത്. നൗ ഇവിടെ ഉള്ളൊരു ഇക്വേഷൻ നമുക്ക് നോക്കാം. N gives P + W-. This would violate energy conservation. So ഈ W- എന്നുള്ളത് ദാറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് റേഞ്ച് ഈസ് ആൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് എ പയോൺ. അടുത്തതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കേസിൽ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഗ്രാവിറ്റോൺ. അപ്പോൾ തിയറി പ്രകാരം ഗ്രാവിറ്റോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതങ്ങനെ ഡിസ്കവർ ചെയ്തതായിട്ട് അങ്ങനെ അത്ര അധികം കേട്ടിട്ടില്ല. സോ ദോസ് ആർ ദ ഫോഴ്സസ്. The next thing is, how do we classify all the particles? So ഈ എലമെൻ്ററി പാർട്ടിക്കിൾസിനെ പറ്റി പഠിക്കുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് എന്നുള്ളത് ക്ലാസിഫൈ ദം ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അപ്പോൾ അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. പല പല പ്രോപ്പർട്ടീസ് നോക്കിയിട്ട് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് എല്ലാം നോക്കിയിട്ട് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നോക്കിയിട്ട് പലതരം ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് മാറ്റാം.
അപ്പോൾ നമുക്ക് പലതരത്തിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ കുറച്ചൊന്ന് കണ്ടു. അതായത് ഇപ്പോൾ ഫോഴ്സ്, ഏതൊക്കെ ഫോഴ്സാണ് അത് നമ്മൾ ആക്ട് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ദർ ഇസ് അനദർ വേ ഓഫ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദർ മാസസ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ ഏർലിയർ ഡേയ്സിൽ ഈ ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾസ് ഒരു ബിഹേവിയറും ഹെവിയർ പാർട്ടിക്കിൾസും മറ്റൊരു ബിഹേവിയറുമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് സോ then there were another group of particles which are in middle group. അപ്പോൾ ഈ ലൈറ്റർ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ്, മ്യൂോൺസ്, ന്യൂട്രോൺസ് എന്നിവയാണ്. ആൻഡ് ഹെവിയർ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ്. ഇതിന് രണ്ടിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന കുറച്ച് പാർട്ടിക്കിൾസ് ആണ് പയോൺസ്, കയോൺസ് അങ്ങനെ പറയുന്ന പാർട്ടിക്കിൾസ്. സോ ദേ ഹാവ് എ ഡിഫറെൻറ്റ് ബിഹേവിയർ. നൗ ഇതുകൊണ്ട് തന്നെ അപ്പോൾ ലൈറ്റർ പാർട്ടിക്കിൾസ്, അതുപോലെ മിഡിൽ പാർട്ടിക്കിൾസ് ആൻഡ് ഹെവിയർ പാർട്ടിക്കിൾസ്, അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് അതൊക്കെല്ലാം ബേസ് ചെയ്തിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ അതിന് ഗ്രീക്ക് വേർഡ്സ് നോക്കിയിട്ടാണ് അത് വന്നത്. ദേ വർ യൂസിങ് ദ ഗ്രീക്ക് വേർഡ്സ് ഫോർ ദ ലൈറ്റ്, മിഡിൽ ആൻഡ് ഹെവി. ലെപ്റ്റോൺസ് ആർ ദ ലൈറ്റ് പാർട്ടിക്കിൾസ്, മെസോൺസ് ആർ ദ മിഡിൽ ഗ്രൂപ്പ്, ബാരിയോൺസ് ആർ ദ ഹെവിയർ പാർട്ടിക്കിൾസ്. ഈ ക്ലാസിഫിക്കേഷൻ ബൈ മാസ് എന്നുള്ളത് അത്ര ഒരു ഇതല്ല, ഒരു പ്രോപ്പർ വേ അല്ല. ബിക്കോസ് ലെപ്റ്റോൺസിനും മെയ്സോൺസിനും ഒക്കെ കുറേ മാസ് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ ദേ ആർ മോർ മാസീവ് ദാൻ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. പക്ഷേ പേര്, ദ ഒറിജിനൽ നെയിംസ് വർ സ്റ്റിൽ കെപ്റ്റ് ആൻഡ് ദേ ആർ ഡിസ്ക്രൈബ്ഡ് വിത്ത് ഇൻ എ ഗ്രൂപ്പ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ്. സോ ഓരോ ക്ലാസിഫിക്കേഷനായിട്ട് നോക്കാം. അപ്പോൾ പലതരം ക്ലാസിഫിക്കേഷനിൽ നോക്കുമ്പോൾ what we see is that the leptons do not interact through the strong force, പക്ഷേ mesons and baryons interact through strong force. So we can classify the particles by their intrinsic spin. അതായത് എല്ലാ പാർട്ടിക്കിൾസിനും ഒരു സ്പിൻ ഉണ്ടായിരിക്കും. ആ സ്പിന്നിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഓരോ പാർട്ടിക്കിൾസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ സ്പിൻ ഹാഫ് ആണെന്നുള്ളത്, പ്രോട്ടോണിനും ന്യൂട്രോണിനും ഹാഫ് ആണ്. നൗ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് all the leptons have spin of half. Mesons have integral spins. Integral എന്ന് പറഞ്ഞാൽ 0, 1, 2 എന്ന് പറയുന്നു. And baryons have half integral spins. So we can classify them all through that one. And there's another one which we have to mention here, that is antiparticle. അതായത് എല്ലാ പാർട്ടിക്കിൾസിനും ഒരു ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ആൻറ്റിപാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ ടു ദി പാർട്ടിക്കിൾ വിത്ത് പ്രോപ്പർട്ടി. അപ്പോൾ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾ എന്ന് മാസ്, ലൈഫ് ടൈം അതെല്ലാം സെയിം ആയിരിക്കും. പക്ഷേ ഇറ്റ് വിൽ ബി ഡിഫേഴ്സ് ഫ്രോം ദി പാർട്ടിക്കിൾ ബൈ ദ ചാർജ് ഓഫ് സൈൻ ഓഫ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജോ അല്ലെങ്കിൽ വേറെ ചില പ്രോപ്പർട്ടീസും ഉണ്ട്. യൂസിങ് വിത്ത് ദാറ്റ് വൺ ഇറ്റ് ഈസ് ഡിഫേർഡ്. അതായത് ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് പോസിട്രോൺ. പോസിട്രോൺ എന്നുള്ളത് ഡിസ്കവർ ചെയ്തിട്ടുണ്ട് ഇൻ 1930. കോസ്മിക് റേസിലെ റിയാക്ഷൻസ് വെച്ചിട്ടാണ് ഈ പോസിട്രോൺ ഉണ്ട്. പോസിട്രോണിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ പോസിട്രോൺ ഈസ് ദ പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺ. ദാറ്റ് ഈസ് ഇലക്ട്രോണിന് പോസിറ്റീവ് ചാർജ് ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ റെസ്റ്റ് എനർജി എന്നുള്ളത് 0.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. നൗ ദർ ഈസ് ആൻറ്റി പ്രോട്ടോൺ. ആൻറ്റി പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഇൻ 1956. Okay, it has a rest energy of 938 mega electron volt. അതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ -e ആണ്. അപ്പോൾ പല കേസിലുണ്ട്. ദെൻ ദർ വാസ് ഒരു സ്റ്റേബിൾ ആറ്റം. A stable atom of antihydrogen can be constructed from a positron and an antiproton. So ഈ കേസിൽ ആൻറ്റിഹൈഡ്രജൻ്റെ കേസിൽ പ്രോപ്പർട്ടീസ് വിൽ ബി ഐഡൻറ്റിക്കൽ ടു ദോസ് ഓഫ് ഓർഡിനറി ഹൈഡ്രജൻ. Now what happens if the antiparticle and particle will combine together? അത് രണ്ടും കൂടി ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ what happens is the annihilation reaction. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കണം. ആൻഡ് നൗ ലെറ്റ്സ് ഗോ. ഇതൊന്നും നമുക്ക് തൽക്കാലം ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ തൽക്കാലം പോകുന്നില്ല. സോ കാരണം ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഇതെല്ലാം വരും. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ 3 families of particles. So the 3 families of particles are leptons, mesons and baryons. അപ്പോൾ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ടേബിൾ. ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം leptons, they have fundamental structure. അത് weak in and electromagnetic interactions അത് interact ചെയ്യും.
they have an half integral spin. Examples ആണ് ഇലക്ട്രോണും അതുപോലെ ന്യൂട്രിനോ, അതെല്ലാം ഇത് ഇൻട്രാക്ഷൻസ് ആണ്. ദെൻ മീസോൺസ് ഫാമിലി ഉണ്ട്. they have a composite structure, അതായത് ഒരു ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ അല്ല എന്നർത്ഥം. they have the interactions are weak, electromagnetic and strong. integral spin ഉണ്ടാവും. സോ പൈ മെസോൺസും കയോൺസും അതെല്ലാം ഇതിൽ വരും. ദെൻ ബാരിയോൺസ് ഉണ്ട്, കോമ്പോസിറ്റ് സ്ട്രക്ചറാണ്, വീക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് സ്ട്രോങ് ഇൻട്രാക്ഷൻസ് അതിനകത്തുണ്ട്. ദേ വിൽ ഹാവ് എ ഹാഫ് ഇൻറ്റഗ്രൽ സ്പിൻ. എക്സാമ്പിൾ പ്രോട്ടോൺ, ന്യൂട്രോൺ എക്സെട്ര. സോ എന്താണ് ഈ ലെപ്റ്റോൺസ്? അപ്പോൾ ഈ ലെപ്റ്റോൺസിനെ പറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ലെപ്റ്റോൺസിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ലെപ്റ്റോൺസ് ഇൻട്രാക്ട് ത്രൂ വീക്ക് ഓർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഇതുവരെ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടും അത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദാറ്റ് മീൻസ് ദേ അപ്പിയർ ടു ബി ട്രൂലി ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഓർ ദേ കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. മോസ്റ്റ് ഓഫ് all the നോൺ ലെപ്റ്റോൺസ് ഹാവ് എ സ്പിൻ ഓഫ് ഹാഫ്. അപ്പോൾ നമുക്ക് പലതരം ലെപ്റ്റോൺസിനെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ അതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ നമുക്ക് 6 നോൺ ലെപ്റ്റോൺസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ആൾ ദേ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു 3 പെയേഴ്സ് ഓഫ് പാർട്ടിക്കിൾസ്. അതായത് ഓരോ പെയറിനും ഒരു ചാർജ്ഡ് പാർട്ടിക്കിളുണ്ട്, ഒരു അൺചാർജ്ഡ് ന്യൂട്രിനോയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ലെപ്റ്റോണിനും കറസ്പോണ്ടിങ് ആൻറ്റി പാർട്ടിക്കിളുണ്ട്. സോ നമുക്ക് ഇലക്ട്രോൺ ന്യൂട്രിനോയും ആൻറ്റി ന്യൂട്രിനോയും നമുക്കൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പറഞ്ഞ ബീറ്റ ഡിക്കേയുടെ കേസിൽ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ കോസ്മിക് റേസിൻ്റെ കേസിൽ മ്യൂൺസിനെ പറ്റിയിട്ടെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഇതെല്ലാം നമുക്ക് നോക്കി നോക്കാം. സോ ദ പാർട്ടിക്കിൾസ് ആർ ഇലക്ട്രോൺ, ഇറ്റ്സ് ആൻറ്റി പാർട്ടിക്കിൾ ഈസ് പോസിട്രോൺ. പാർട്ടിക്കിളിൻ്റെ ചാർജ് -1 ആണ്, സ്പിൻ ഹാഫ് ആണ്, റെസ്റ്റ് എനർജി തന്നിട്ടുണ്ട്. ഇത് ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെയും കേസ് നോക്കാം. ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ന്യൂട്രിനോ ഉണ്ട്, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ന്യൂട്രിനോ. ആ ഇലക്ട്രോൺ ന്യൂട്രിനോയ്ക്ക് ഒരു ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ട്, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ആൻറ്റി ന്യൂട്രിനോ. ദ പാർട്ടിക്കിൾ ചാർജ് ഈസ് 0, സ്പിൻ ഹാഫ്, ആൻഡ് ഇറ്റ് വിൽ ഹാവ് എ റെസ്റ്റ് എനർജി ഓഫ് ലെസ് ദാൻ 2 ഇലക്ട്രോൺ വോൾട്ട്. അതിനൊരു മീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി മീൻ ലൈഫാണ് ഉള്ളത്. ദാറ്റ് മീൻസ് ദേ ആർ സ്റ്റേബിൾ. അനദർ പാർട്ടിക്കിൾ ഈസ് മ്യൂൺ. അതിന് മ്യൂ പ്ലസ് ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ട്. particle charge will be minus and it will have a 105 mega electron volt of rest energy, and there are other parameters also. So some decay productuകളെല്ലാം ഫോളോ ചെയ്യും. അതെല്ലാം നമുക്കൊന്ന് നോക്കി നോക്കാം. And there will be muon neutrino, and there will be an antiparticle of anti-neutrino. And then there is another particle called tauons. So ടയോൺസ് ന്യൂട്രിനോ ഉണ്ട്, ആൻറ്റി ന്യൂട്രിനോ ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യുന്നത് ആവശ്യമില്ല. കാരണം കഴിഞ്ഞ 2 വർഷം മുമ്പേ വേണം തോന്നുന്നു ഒരു ന്യൂട്രിനോ ഓസിലേഷൻസ് എന്ന് പറയുന്ന ഒരു ഇതിനാണ് നോബൽ പ്രൈസ് വന്നത്. അതായത് എങ്ങനെയാണ് ഒരേ ന്യൂട്രിനോസ് തന്നെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ദാറ്റ് മീൻസ് സാധാരണയുള്ള ന്യൂട്രിനോ മ്യൂൺ ന്യൂട്രിനോ ആയിട്ടും ടയോൺ ന്യൂട്രിനോ ആയിട്ടും മാറുന്നുണ്ട്. സോ ദോസ് ആർ കാൾഡ് ന്യൂട്രോൺ ഓസിലേഷൻസ്. അത് എന്താണ് അതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾക്കാണ് ഫിസിക്സിലുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ അതിവിടെ ഞാനത് ഒന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണ്. ഓക്കെ, അടുത്തതാണ് മീസോൺസ്. എന്താണ് മീസോൺസ്? മീസോൺസ് ആർ ദ സ്ട്രോങ്ലി ഇൻട്രാക്റ്റീവ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഹാവിങ് ആൻ ഇൻറ്റഗ്രൽ സ്പിൻ. അപ്പോൾ മീസോൺസിൻ്റെ ഒരു ടേബിളെല്ലാം ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അതിൻ്റെ എല്ലാം ഒരു ടേബിളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് മീസോൺസ് ഉണ്ട്. അപ്പോൾ മീസോൺസ് പ്രധാനപ്പെട്ട മീസോൺസിൻ്റെ ഒരു ജസ്റ്റ് നെക്സ്റ്റ് ടേബിൾ ഞാൻ അത് എടുത്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. സോ പ്രധാനപ്പെട്ട മീസോൺസ് എന്ന് പറഞ്ഞാൽ പൈ പ്ലസ്, പൈ 0, ആൻഡ് പൈ പ്ലസിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് പൈ മൈനസ്, ദെൻ പയോൺസ്, അതുപോലെ കയോൺസ്, ഈറ്റ, അതുപോലെ റോ, ദെൻ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ സം ഓഫ് ദം ആർ ന്യൂ പാർട്ടിക്കിൾസ്. അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
they decay to other mesons or leptons through any of the interactions. അതായത് ഒരു മീസോൺ മറ്റൊരു മീസോണായിട്ടോ അല്ലെങ്കിൽ ലെപ്റ്റോണായിട്ടോ ഒരു സ്ട്രോങ് ഇൻറ്ററാക്ഷനോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്ററാക്ഷനോ വീക്ക് ഇൻറ്ററാക്ഷനോ ആയിട്ട് അത് കൂടി അതങ്ങ് മാറും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് പയോൺസ്. ഈ റിയാക്ഷൻ ന്യൂക്ലിയോൺസിൻ്റെ റിയാക്ഷനകത്ത് പയോൺസ് ആർ പ്രൊഡ്യൂസ്ഡ്. ദാറ്റ് ഈസ് P plus N will give one proton plus another two protons and there is a pion. അല്ലെങ്കിൽ P plus N will give a pi zero meson. Okay. So ഇങ്ങനെയുള്ള റിയാക്ഷൻസ് എല്ലാം പോസിബിൾ ആണ്. ആൻഡ് ഈവൻ ദ പയോൺസ് ക്യാൻ ഡീക്കേ ആൾസോ. ദ പയോൺസ് ക്യാൻ ഡീക്കേ ഇൻ ടു എ മ്യൂൺ ആൻഡ് എ ആൻറ്റി മ്യൂൺ ന്യൂട്രിനോ. അതായത് പൈ സീറോ എന്നുള്ള പാർട്ടിക്കിൾ ഇറ്റ് ക്യാൻ ഡീക്കേ ഇൻ ടു 2 ഗാമ. ഗാമ എന്ന് പറഞ്ഞാൽ അത് ഫോട്ടോണാണ്. ഓക്കെ, ഫോട്ടോൺ എന്നുള്ളത് ലെപ്റ്റോണാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് പോസിബിളാണ്. സോ ഈ പറയുന്ന ഇതിനകത്ത് ഈ ഫസ്റ്റ് ഡീക്കേ എന്നുള്ളത് ദാറ്റ് ഈസ് കോസ്ഡ് ബൈ ദ വീക്ക് ഇൻട്രാക്ഷൻ. ദാറ്റ് ഈസ് പൈ മൈനസ് ഗിവിങ് മ്യൂ മൈനസ് ആൻഡ് neutrino. That is done through a weak interaction, and the second one is done through a electromagnetic interaction. ബാരിയോൺസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻ്റഗ്രൽ സ്പിന്നുള്ള സ്ട്രോങ്ലി ഇൻറ്ററാക്റ്റിംഗ് പാർട്ടിക്കിൾസ് ആണ്. ഇതിൽ കുറച്ച് ബാരിയോൺസിൻ്റെ പേരുകളുണ്ട്, അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് ടേബിളായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ലെപ്റ്റോൺസിൻ്റെ പോലെ തന്നെ ബാരിയോൺസിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ മീസോൺസിൻ്റെ പോലെ ബാരിയോൺസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ റിയാക്ഷൻസ് വിത്ത് ന്യൂക്ലിയോൺസ് ത്രൂ സ്ട്രോങ് ഇൻട്രാക്ഷൻ. സോ നമുക്കത് രജിസ്റ്റർ ചെയ്തതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ലാംഡ സീറോ എന്ന് പറയുന്ന ഒരു ബാരിയോൺ, and that baryon can be produced through the following reactions. So two protons combine to form one proton plus a lambda particle and a k meson. So lambda 0 എന്ന് പറയുന്ന ആ baryon, it decays through the weak interaction, and according to lambda 0 will give p plus pi minus. Okay, ഇതെല്ലാം പലതരം ആൻറ്റി പാർട്ടിക്കിൾസ് ആണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. And the mean life is 2.6 into 10 raised to minus 10 seconds. Okay, so ഒരുപാട് ബാരിയോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പലതരം ബാരിയോൺസ് ഏതൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. These are some baryons. അപ്പോൾ ഈ ബാരിയോൺസ് കുറച്ച് സെലക്റ്റഡ് ബാരിയോൺസ് ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒന്ന് രണ്ടെണ്ണമെല്ലാം നമുക്കിവിടെ കാണാനുണ്ട്. സോ പി അഥവാ പ്രോട്ടോൺ, അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് ആൻറ്റി പ്രോട്ടോൺ. സോ പാർട്ടിക്കിൾ പിയുടെ ചാർജ് +1 ആണ്, സ്പിൻ ഹാഫ് ആണ്. നൗ ദർ ഇസ് അനദർ കോളം സ്ട്രേഞ്ച്നെസ്. എന്താണ് സ്ട്രേഞ്ച്നെസ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയാണ്, ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ് സ്ട്രേഞ്ച്നെസ് എന്ന് പറയുന്നത്. സോ സ്ട്രേഞ്ച്നെസ് എന്നുള്ളത് ഒരു പർട്ടിക്കുലർ ക്വാണ്ടം നമ്പറാണ്. അപ്പോൾ അതിന് സ്ട്രേഞ്ച്നെസ് എന്ന് പറയുന്ന ക്വാണ്ടം നമ്പർ 0 ആണ്. നൗ ദ റെസ്റ്റ് എനർജി ഈസ് 938 MeV. മീൻ ലൈഫ് ഈസ് ഇൻഫിനിറ്റി, അതായത് അത് വളരെ സ്റ്റേബിളാണ്. നൗ അതിൻ്റെ ഡീകേ പ്രൊഡക്ട്സ് അത് പല റിയാക്ഷൻസ് ഫോളോ ചെയ്യും. അതായത് മീൻ ലൈഫ് വളരെ ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ അത് സാധാരണ പോലെ ഡീകേ ചെയ്യില്ലെങ്കിലും പല കേസുകളിൽ അത് പല റിയാക്ഷൻസ് ചെയ്തിട്ട് പലതായിട്ട് ഫോം ചെയ്യും. ദെൻ ന്യൂട്രോൺ ആൻഡ് ദർ ഇസ് എൻ ആൻറ്റി ന്യൂട്രോൺ. Charge is 0, spin is half, strangeness is 0, rest energy is 940 MeV, and the mean life is 886. അതായത് പ്രോട്ടോൺ പ്ലസ് ആൻ ഇലക്ട്രോൺ പ്ലസ് എ ന്യൂട്രിനോ, ഇലക്ട്രോൺ ആൻറ്റി ന്യൂട്രിനോ. അതായത് ഒരു ന്യൂട്രോൺ വന്നു കഴിഞ്ഞാൽ ന്യൂട്രോൺ ഡീക്കേസ് ടു ആഫ്റ്റർ 86 seconds it decays to proton plus electron plus an anti neutrino. There are other particles. സോ നമുക്ക് അവിടെ അങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് കാണാം. ലാംഡ 0, സിഗ്മ പ്ലസ്, സിഗ്മ 0, സിഗ്മ മൈനസ്, ആൻഡ് ദർ ഇസ് എ സിഗ്മ അനദർ സം അതർ പാർട്ടിക്കിൾസ് such as psi
ദെൻ ഒമേഗ. സോ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പാർട്ടിക്കിൾസ് എല്ലാം പലതരം പാർട്ടിക്കിൾസ് ഉണ്ട്, അതിനകത്തെല്ലാം പലതരം ചാർജുകളുണ്ട്. സോ ഇതെല്ലാം ഡെൽറ്റ പാർട്ടിക്കിളുണ്ട്. സോ ഇതെല്ലാം നമുക്ക് പല കേസുകളിലായിട്ട് ഉണ്ട്. സോ ദീസ് ആർ ബാരിയോൺസ്. ഇത്രയാണ് പ്രധാനപ്പെട്ട പാർട്ടിക്കിൾസും അതിൻ്റെ ക്ലാസിഫിക്കേഷനും. ഇനി ഈ പാർട്ടിക്കിൾസ് എല്ലാം ഇപ്പോൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. നൗ ദർ ആർ സം പ്രോപ്പർട്ടീസ് അക്കോർഡിംഗ് ടു ദീസ് ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ഈ ക്ലാസിഫൈ ചെയ്തതെല്ലാം ഇതിനെല്ലാം ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, എന്തൊക്കെയാണ് ഇത് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ഇനി പഠിക്കേണ്ടതുണ്ട്. ദാറ്റ് വിൽ ബി ഗിവൺ ഇൻ എ സെപ്പറേറ്റ് ലെക്ചർ. So I'm going to stop it right now, and thank you.